കാർഗിലിൽ നുഴഞ്ഞുകയറിയ പാക് പടയെ യുദ്ധത്തിൽ തുരത്തി ഇന്ത്യൻ സേന നേടിയ വിജയത്തിന്റെ 25ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്രാസിലെ യുദ്ധസ്മാരകത്തിലെത്തി. കാർഗിലിൽ ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് പ്രധാനമന്ത്രി ആദരമർപ്പിച്ചു. സേനയുടെ ആഭിമുഖ്യത്തിൽ ഇന്നലെ 25ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അതിർത്തിയിൽ സേനാ നീക്കം സുഗമമാക്കാനുള്ള ഷിൻകുല ടണലിന്റെ നിർമ്മാണത്തിനും മോദി തുടക്കം കുറിക്കും. 15,800 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നിമ്മു പാടം ദാർജ റോഡിൽ 4.1 കിലോമീറ്റർ നീളത്തിലാണ് ഇരട്ട തുരങ്കം നിർമ്മിക്കുന്നത്. എല്ലാ കാലാവസ്ഥയിലും ഇത് ഉപയോഗിക്കാം. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന തുരങ്കമാണിത്. ഇന്ത്യയുടെ സംയമനം മുതലെടുത്ത് അതിർത്തി കയ്യേറിയും നിഴൽ യുദ്ധങ്ങൾ നടത്തിയുമുള്ള പാകിസ്ഥാൻ പ്രകോപനങ്ങൾ സ്വാതന്ത്ര്യാനന്തരം ഏറെയുണ്ട്. അക്കൂട്ടത്തിൽ ചുട്ട മറുപടി നൽകിയ ലോക യുദ്ധ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒന്നാണ് കാർഗിൽ യുദ്ധം. വ്യത്യസ്ത ഭാഷയും വ്യത്യസ്ത സംസ്കാരങ്ങളുമുള്ള ഇന്ത്യ എന്ന വികാരത്തെ ഒന്നിച്ചു നിർത്തുന്ന നമ്മുടെ ധീര സൈനികർ നേടിത്തന്ന വിജയ ദിവസമാണിന്ന്. 1999 മെയ് മുതൽ 2 മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ 527 ജവാന്മാരാണ് രാജ്യത്തിനായി ജീവത്യാഗം ചെയ്തത്. 1999 ജമ്മുകാശ്മീരിലെ കാർഗിലിൽ പാകിസ്ഥാനെതിരെ നടന്ന യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് കാർഗിൽ വിജയ് ദിവസ്. എല്ലാ വർഷവും ജൂലൈ 26-നാണ് കാർഗിൽ വിജയ് ദിവസ് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. ഈ ചരിത്ര വിജയത്തിലൂടെ കാർഗിൽ, ലഡാക്ക്, നേരത്തെ പാകിസ്ഥാൻ സേന കൈവശപ്പെടുത്തിയിരുന്ന തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെല്ലാം ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തു. രാജ്യത്തിന്റെ പരമാധികാരത്തെ ധീരതയോടെ സംരക്ഷിച്ച ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും ത്യാഗത്തെയും ഈ ദിനം അനുസ്മരിക്കുന്നു. 9,000 അടി ഉയരത്തിലുള്ള ദ്രാസ് സെക്ടറിലെ ടൈഗർ ഹിൽ എന്ന കുന്നിനു മുകളിലാണ് ശത്രുസേന അന്ന് തമ്പടിച്ചിരുന്നത്. അതിശൈത്യം അനുഭവപ്പെടുന്ന ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സേനകൾ ഇവിടെ നിന്നും പിൻവാങ്ങുക പതിവായിരുന്നു. ഈ കരാർ ലംഘിച്ചാണ് ശത്രു സൈന്യം ടൈഗർ ഹില്ലിൽ കടന്നുകയറിയത്. കന്നുകാലികളെ മേയുന്ന സംഘമാണ് ആദ്യം ഇത് കണ്ടെത്തിയത്. ഇന്ത്യൻ സേന സമാധാനപരമായി അവിടം വിട്ടുപോകാൻ അഭ്യർത്ഥിച്ചപ്പോൾ വെടിയുതിർക്കുകയാണ് ചെയ്തത്. പല ഗ്രാമങ്ങളും അന്ന് തകർക്കപ്പെട്ടു. ഏക്കർ കണക്കിന് കൃഷിഭൂമി ഷെല്ലാക്രമണങ്ങളിൽ നശിച്ചു. ഒട്ടേറെ പേർക്ക് ഗ്രാമങ്ങളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അതിർത്തി ഗ്രാമങ്ങളിലെ ജനജീവിതം താറുമാറായി. പക്ഷെ അവരാരും അതേക്കുറിച്ചൊന്നും പരാതി പറഞ്ഞില്ല. രാജ്യത്തിനു വേണ്ടി തങ്ങളാലായത് ചെയ്യുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ആ ഗ്രാമീണർ.